വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മുഅ്മിനാവില്ല. സ്വഹാബത്ത് ചോദിച്ചു, ഇതാരെക്കുറിച്ചാണ് ഈ പറയണത്? വീണ്ടും നബി തങ്ങളുടെ പ്രഖ്യാപനം, വല്ലാഹി ലാ യുഅ്മിൻ, ഒരുത്തൻ മുഅ്മിനാവില്ല. ഖാലു, സ്വഹാബത്തിന്റെ ചോദ്യം, തങ്ങൾ ആരെക്കുറിച്ചാണ് പറയണത് നബിയെ? അയൽവാസിക്ക് ഒരാൾ വരുമ്പോൾ തന്നെ ഭയങ്കര പേടി, അയാൾ മുഅ്മിനാവില്ല. നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ വണ്ടി കണ്ടപ്പോൾ അയൽവാസിക്ക് പേടി, അല്ലാഹ് എന്തെങ്കിലും ചെയ്യോ പറയോ, ആചാരെന്തെങ്കിലും ചെയ്തക്കോ. നമ്മളെ അയൽവാസിക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനല്ല എന്ന് പ്രഖ്യാപിക്കുക. ഹദീസ് എങ്ങനെ? അയൽവാസികൾക്ക് മുഴുവനും, ചുറ്റുവട്ടത്തുള്ള റൂമുകാർക്കും റൂംമേറ്റ്സുകാർക്കും അയൽവാസികൾക്കും നമ്മെ എപ്പോഴാണോ നിർഭയത്വത്തോടു കൂടി കാണാൻ കഴിയുന്നത് അന്നാണ് നമ്മൾ മുഅ്മിനാവുന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അയൽവാസിക്ക് നമ്മളെ പേടിയില്ലാതിരിക്കണം, അപ്പോഴാണ് മുഅ്മിനാവുക. ഒരു മദ്യപാനിയായ ആള് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആള്, പുതിയ കാലത്തെ ഭാഷയിൽ MDM തട്ടിയ ആള് നടന്നു വരുമ്പോൾ അയൽവാസിയെല്ലാം അടുക്കട്ടെ, ഉമ്മാരെന്നെ മുട്ട് വിറക്കുന്നു, സഹോദരിയുടെ നെഞ്ച് പിടക്കാണ്, ഭാര്യ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇയാൾ മുഅ്മിനാവുക? അപ്പോൾ ഒരു മുഅ്മിൻ എങ്ങനെയാ ലഹരി ഉപയോഗിക്കുക? മോനെ, അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയേക്കണം. അവർക്ക് എപ്പോഴും ദ്വാരക്കണം. മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്യാത്തവരുടെ ജീവിതത്തിൽ ബർക്കത്ത് കുറയുന്ന. എല്ലാ വക്തും നിസ്കാര ശേഷം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാ ചെയ്യണം. നമുക്കറിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറയണം.